മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്രം. നിലവിലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വ്യക്തമാക്കി. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ ഫണ്ടിൽ ആവശ്യത്തിന് പണമുണ്ട് എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇത് കെ വി തോമസിന് നിത്യാനന്ദ റായ് നൽകിയ മറുപടിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് അപ്രതീക്ഷിതമാണോ ഇത്തരമൊരു മറുപടി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഈ കാറ്റഗറി തിരിച്ച് ദേശീയ ദുരന്തത്തിന് സമാനമായ ഒരു ദുരന്ത സാഹചര്യമാണെന്ന് കണ്ടെത്തുകയും അതിന് സാമ്പത്തിക സഹായം അനുവദിക്കുകയും വേണമെന്നതാണ് കേരളത്തിൻ്റെ ഒരു ആവശ്യം. അതവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ മറുപടി എത്ര നിർണായകമാണ് കേരളത്തിൻ്റെ ഈ ആവശ്യത്തെ സംബന്ധിച്ചിടത്തോളം? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം, ദുരന്തത്തിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ഒപ്പം തന്നെ സംസ്ഥാനം ഒരു അടിയന്തരമായ ഒരു തുക അത് ഇതിൻ്റെ ദുരന്ത നിവാരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായി ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും അത്തരമൊരു പരാമർശമൊന്നും ഈ കത്തിലില്ല. അതായത് നൽകാൻ ഉദ്ദേശിക്കുന്ന അടിയന്തര തുക സംബന്ധിച്ചോ കേരളം ഇതുമായി ബന്ധപ്പെട്ട നൽകിയ നിവേദനം സംബന്ധിച്ചോ ഒരു തരത്തിലുള്ള മറുപടിയും ഈ കത്തിലില്ല. മറിച്ച് പറയുന്നത് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. അതിന് പറയുന്ന കാരണം ഈ SDRFിൻ്റെയും NDRFിൻ്റെയും നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഈ കത്തിലൂടെ മറുപടി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് നൽകിയ സഹായങ്ങൾ, സംസ്ഥാന ഫണ്ടിൽ എത്ര തുക നീക്കിയിരിപ്പുണ്ട് എന്നടക്കമുള്ള രണ്ട് കണക്കുകൾ കൂടി ഈ കത്തിൽ പറയുന്നുണ്ട്. അതിലൊന്ന് 388 കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന് കൈമാറി എന്നുള്ളതാണ്. അത് രണ്ട് ഗഡുവായി ആ തുക നൽകിയെന്നുകൂടി കത്തിൽ പറയുന്നു. മറ്റൊന്നൊരു 394 കോടി രൂപ അത് സംസ്ഥാനത്തിൻ്റെ SDRF ഫണ്ടിൽ നീക്കിയിരിപ്പുണ്ടെന്ന് അക്കൗണ്ടന്റ് ജനറൽ 2024 ഏപ്രിലിൽ അറിയിച്ചിരുന്നതായി കൂടി പറയുന്നുണ്ട്. അത് രണ്ടും പരിഗണിക്കുമ്പോൾ ഈ നിലവിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ വാദമെന്നുള്ളത്. മറിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ, അവിടേക്ക് അടിയന്തരമായി എത്തിച്ച സഹായങ്ങൾ, ആർമിയെ വിന്യസിച്ചതും മറ്റ് ഈ ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ പോലും ഇനി ഭാവിയിൽ എന്ത് പരിഗണന നൽകുമെന്ന് സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ അതിൽ മറുപടികളില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിൽ ഒരു പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്വം അത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്കാണ് എന്നുകൂടി കേന്ദ്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ഭാവിയിൽ തുടർന്നും സഹായങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഈ കത്തെന്നത്. എന്തായാലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അത് നിലവിലെ SDRF NDRF മാർഗനിർദ്ദേശങ്ങളിലില്ല. മറിച്ച് നിലവിലെ സംസ്ഥാനത്തിൻ്റെ പക്കലുള്ള തുക അത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക പക്കലുണ്ട് എന്നതാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന വാദം. വിജയകുമാർ. ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ വ്യവസ്ഥയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ പറഞ്ഞതുപോലെ നൽകിയ സഹായം സംബന്ധിച്ച് ചില കാര്യങ്ങൾ ആ കത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വ്യക്തമാക്കുകയും ചെയ്തു.